ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്കാണ്. അത് അങ്ങേയറ്റം സങ്കടകരമാണ്. വലിയങ്ങാടിയിൽ ഈ കെട്ടിടം തകർന്നു വീണുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണുള്ള അപകടത്തിൽ 3 പേർ മരിച്ചു എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. ഗുരുതരമായി തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ 3 പേരുടെ മരണവാർത്തയാണ് വരുന്നത്. അവരെ വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും തൊട്ടടുത്തുള്ളത് ബീച്ച് ഹോസ്പിറ്റലാണ്. അവിടേക്കാണ് ആദ്യം കൊണ്ടുപോയത്. എന്നാൽ അവിടെ ട്രീറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യുന്നതിൽ അപ്പുറത്തേക്കുള്ള പരിക്ക് ഗുരുതരമായി ചിലർക്കുണ്ടായിരുന്നു എന്ന് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ ആളുകൾ പറഞ്ഞു. ഏതായാലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിച്ച 3 പേരും മരിച്ചു എന്നതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. 5 പേരുടെ വിവരമാണ് നേരത്തെ വന്നത്. 5 പേർ അതിനടിയിൽപ്പെട്ടിരുന്നു. അവരെ പുറത്തേക്ക് എടുത്തു, വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിൽ 3 പേരുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന. അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. ഒരു കെട്ടിടം, അത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടം, അങ്ങേയറ്റം പഴഞ്ചൻ കെട്ടിടം, അതിൻ്റെ കോൺക്രീറ്റ് സ്ലാബ്, സൺഷെയ്ഡ് എന്ന് വിളിക്കാവുന്ന ആ സ്ലാബാണ് ഇളകി വീണത്. അതിനിടയിൽ വിശ്രമിച്ചിരുന്ന, അല്ലെങ്കിൽ കടത്തിണ്ണയിൽ വിശ്രമിച്ചിരുന്ന തൊഴിലാളികൾക്കാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്കാണ് അവരെ കൊണ്ടുപോയിരുന്നത്. ദിൽഷ തിലകൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദിൽഷ, ഏറെ ദുഃഖകരമായ വാർത്ത. കടുത്ത അനാസ്ഥയിൽ 3 ജീവനാണ് പൊലിയുന്നത്. മാത്രമല്ല, ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൂടി കൊണ്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഗോകുൽ, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അതിദാരുണമായിട്ടുള്ള സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കടുത്ത അനാസ്ഥ തന്നെയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിൽ ഇപ്പോൾ 3 പേർ മരിച്ചിരിക്കുന്നതായിട്ടാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. അപകടം സംഭവിച്ച ഉടനെ തന്നെ 4 പേരെയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ 3 പേർ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടനെ തന്നെ മരിച്ചതായാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. മാത്രമല്ല, അതീവ ഗുരുതരമായിട്ടുള്ള ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതീവ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ആ വിവരങ്ങളെല്ലാം തന്നെ മറ്റൊരാൾക്ക് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഗുരുതരമായിട്ടുള്ള അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയധികം കാലപ്പഴക്കം ചെന്ന കെട്ടിടം, നമുക്കറിയാം കോഴിക്കോട് വലിയങ്ങാടി വളരെയധികം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. എന്നാൽ പോലും അവിടെ വളരെയധികം കാലപ്പഴക്കം ചെന്ന ഒട്ടനവധി കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരിടമാണ്. ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കെട്ടിടങ്ങളുടെ എല്ലാം തന്നെ ഒരു സുരക്ഷിതത്വം, അത് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിൽ വലിയ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ഒരു അപകടം വലിയ ഒരു അപകടം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുറച്ച് പേർ കുടുങ്ങിക്കിടക്കുന്നതായും നിസാര പരിക്കുകളുമായിട്ടാണ് കരുതിയിരുന്നതെങ്കിൽ പോലും അപകടം അതിന്റെ വളരെയധികം വലുതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3 പേർ മരിച്ചതായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ആശുപത്രി തീർച്ചയായും ദിൽഷ, അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ്. അതിനപ്പുറത്തേക്ക് കാലങ്ങളായി ഇങ്ങനെ ഒരു പഴഞ്ചൻ കെട്ടിടം അവിടെ നിന്നിട്ട് അവിടെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി വരെ നൽകിയ കോർപ്പറേഷന് മുന്നിലേക്ക് ഉയർന്ന ചോദ്യം അതാണ്: എന്തുകൊണ്ട് ഇത്തരം കെട്ടിടങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്നു? അതിന് താഴെ നിസ്സാരരായ മനുഷ്യർ, അവർ തൊഴിലാളികൾ, അവർ ജോലിക്കിടയിൽ ഒന്ന് വിശ്രമിക്കാനിരുന്നതാണ് ആ കടത്തിണ്ണയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന മനുഷ്യരുടെ മേലേക്കാണ് നിരക്കാതെ ആ കോൺക്രീറ്റ് പാളി പതിക്കുന്നത്. 3 തൊഴിലാളികൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 4 പേരെ പരിക്കേറ്റ് ബീച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിൽ 3 പേരും ജീവൻ നഷ്ടമായി. ഒരാളെ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏറെ പണിപ്പെട്ടാണ് ആ തൊഴിലാളികളെ ആ കോൺക്രീറ്റ് സ്ലാബിന് അടിയിൽ നിന്ന് നീക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നീളത്തിൽ അത്ര കനത്ത സ്ലാബുകൾ കിടക്കുകയാണ്. അതിനടിയിൽ വാഹനങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട് വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളുണ്ട് അതിനടിയിൽ. മനുഷ്യർ അതിനടിയിൽ പെട്ടുപോയുള്ള അവസ്ഥ ആലോചിക്കാനേ കഴിയില്ല. എത്ര ഭാരമുള്ള ഒരു പാളിയാണ്, കോൺക്രീറ്റ് ബീമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്ന് വീണത്. അതിൽ തന്നെ ചില ആളുകളെ പുറത്തെടുക്കാൻ ഏറെ പ്രയാസപ്പെട്ടു എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞു. പ്രായം ചെന്ന 60 വയസ്സിലധികം പ്രായമുള്ള ആളുകൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവരോടൊപ്പം ജോലിയെടുക്കുന്ന ആളുകൾ പറഞ്ഞത്. ഇപ്പോൾ 3 പേരുടെ പേര് വിവരം കൂടി വരുന്നുണ്ട്. ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നീ 3 പേരാണ്, 3 തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. മറ്റൊരു തൊഴിലാളിക്ക് കാര്യമായ പരിക്കുണ്ട്. അതിലൊരാൾ വാഹനം ഓടിക്കുന്ന ആളാണ്, കടയുടമയാണ് എന്ന സംശയം കൂടിയുണ്ട്. ഏതായാലും അവിടെ ഒരു ഗോഡൗൺ പ്രവർത്തിച്ച അതിൻ്റെ തൊട്ട് മുന്നിലുള്ള കടത്തിണ്ണയിൽ ഇരുന്ന ആളുകളാണ്. ആ വരാന്തയിൽ ഇരുന്ന മനുഷ്യർക്ക് മേലേക്കാണ് ഈ സ്ലാബ് വന്ന് പതിച്ചത്. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടമാണ്. ഏറെക്കാലമായി ആളുകൾ ഈ ആശങ്ക പറയുന്നുണ്ട്.
ആ തൊഴിലാളികളടക്കം അവിടെ മറ്റ് സ്ഥാപനങ്ങളിൽ ഈ ജോലി എടുക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ഇപ്പം ആലോചിക്കുമ്പോൾ ഭീതി തോന്നുകയാണ്. കാരണം അപ്പുറത്തുള്ള കെട്ടിടങ്ങളിലൊക്കെയും പുതിയ സ്ഥാപനങ്ങൾ പോലും ഈ അടുത്ത് പോലും പുതിയ സ്ഥാപനങ്ങൾ ഇതേ കെട്ടിടത്തിൽ തുടങ്ങാൻ അല്ലെങ്കിൽ ആരംഭിക്കാനൊക്കെയുള്ള അനുമതി കോർപ്പറേഷൻ നൽകി എന്നതാണ് അങ്ങേയറ്റം സങ്കടകരമായ, അങ്ങേയറ്റം നിരുത്തരവാദപരമായ നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.